ഇന്ന് നമുക്കേ സദ്യ സ്പെഷ്യലായിട്ടുള്ള മത്തങ്ങ വൻപയർ എരിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഒരു കപ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വൻപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയും തന്നെ മത്തനും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയും 2 പച്ചമുളകും 2-3 ചെറിയ ഉള്ളിയും 2-3 വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടി ചേർത്ത് നല്ല തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോഴേക്കും കുക്കർ 2 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. 2 വിസിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് ഞാനൊരു മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ഈ മൺചട്ടി നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. എന്നിട്ട് അത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സില്ലേ, അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇനി വറവിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിക്കുക. കുറച്ച് വറ്റൽമുളകും തേങ്ങാ ചെരുവേതും ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു നിറം നന്നായിട്ട് മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇത് എരിശ്ശേരിയിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് മത്തങ്ങ വൻപയർ എരിശ്ശേരി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.